നമസ്കാരം. തരൂർ സ്പീച്ച് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം 28 ഡിസംബറിൽ നടന്ന 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 185/2024 ആയിരുന്നു. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. രണ്ടാമത്തത്, അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെട്ടു. 3, അരുൾ നൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. 4, കണ്ണാടി പ്രതിഷ്ഠ നടത്തി. നെക്സ്റ്റ് വൺ, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം തെറ്റായ പ്രസ്താവനയാണ്. ശരി നോക്കാം നമുക്ക്. കലാപം നടന്നത് 1812 വട്ടത്തുപ്പിക്കായ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരി ഉയർത്തി. നമ്പർ 2ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, 2024 സ്വാഗതത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. നോക്കാം. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4 എന്നിവ ശരിയായതാണ്. 1, 1985 ഇൻ്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 2, 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 4, 1929 നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. 1ഉം 4ഉം ശരിയാണ്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 4, 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ISRO ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. 3ഉം 4ഉമാണ് ശരി. മൂന്നാമത്തത്, ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. മീൻസ് ISROയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യ സമരക്കാലത്ത് മലബാർ പ്രസിദ്ധീകരിച്ച അൽ-അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉമാണ് ശരി വരിക. ഒന്നാമത്തത്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അൽ-അമീൻ ഓർക്കുക. 1924 ഒക്ടോബർ 12 ആരംഭിക്കുന്നത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. ഓക്കെ, ഇത് വേണ്ട അല്ലേ? ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4ാമത്തതാണ് തെറ്റായ ഓപ്ഷൻസ്. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചരുവിൽ, കേരള ജ്യോതി പുരസ്കാരം MK സാനു. ഇത് 3ഉം ശരിയായ ഓപ്ഷൻസ് ആണ്. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചരുവിൽ, കേരള ജ്യോതി പുരസ്കാരം MK സാനു അല്ലേ? അതിൽ തെറ്റായ ജോഡി ഏതായിരുന്നു? 4th വൺ, ഓടക്കുഴൽ അവാർഡ് എന്നുള്ളതാണ് തെറ്റായ ജോഡി. DV ചന്ദ്രൻ. തെറ്റായ ജോഡി 4ാമത്തത് അല്ലേ? നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. മലബാർ കലാപം 21 അല്ലേ? 21 ക്ഷേത്രപ്രവേശന വിളംബരം, ദെൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, അത് കഴിഞ്ഞിട്ട് അതിർത്തി ഗാന്ധി മരണം. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആൻസർ 1, 2, 3 എന്നിവയാണ് ശരിയായ പ്രസ്താവന. ഒന്നാമത്തത്, കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 രണ്ടാമത്തത്, KMRL അതാണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് അല്ലേ? KMRL. നെക്സ്റ്റ് വൺ, കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ്
കൊച്ചി വാട്ടർ മെട്രോ. ഓക്കെ, ഇത് മൂന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് വൺ, കിംബോൾ ലംജാവോ ദേശീയോദ്യാനം ഒഴുകുന്ന ദേശീയോദ്യാനം അല്ലേ, ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കിംബോൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മണിപ്പൂർ. നഗരഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ്? അഹമ്മദാബാദ്. നെക്സ്റ്റ് വൺ, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? ഖാരിഫ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിഡ്യൂൽ പർവ്വതം ഉദാഹരണം ഏതാണ്? ആരവല്ലി. നെക്സ്റ്റ് വൺ, ക്രിസ്റ്റലൈൻ കായാന്തര ശിലകളിൽ നിന്നും കാതരഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ചുവപ്പ് മണ്ണ്, റെഡ് സോയിൽ. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ്? ആൻസർ ആന്ത്രസൈറ്റ് അല്ലേ, ഈ ഇന്ത്രായും യൂസ് ചെയ്യാറുണ്ട് അല്ലേ, ആന്ത്രസൈറ്റ്. മേൽക്കൂര മഴവെള്ള സംഭരണം ശേഖരണം നിയമമൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമമൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഓപ്ഷൻ സി തമിഴ്നാട്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ മിൽപ്പ. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? 19th ക്വസ്റ്റ്യൻ റിവൈസ് ക്വസ്റ്റ്യനിൽ ആവർത്തിച്ച ചോദ്യമാണിത്. ആരോ ഒരാളിങ്ങനെ പറയുന്നത് ഞാൻ കിട്ടും, പക്ഷേ അത് മെക്സിക്കോയിൽ എഴുതാൻ പറ്റിയില്ല, കേരളത്തിലാണെങ്കിൽ അറിയാൻ പക്ഷേ ഇല്ല, മിൽപ്പ എന്നൊക്കെ നമ്മൾ ആൻസർ പറഞ്ഞിട്ടുള്ളത് ആവർത്തിച്ച ചോദ്യം തന്നെയാണിത്. നെക്സ്റ്റ് വൺ, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ആൻസർ ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. 1957 കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? 57 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 1937. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏത് സമരവും ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്ത കൃതി ഏതാണ്? ദൈവദശകം, വേദാധികാര നിരൂപണം, നവമഞ്ജരി, ദർശനമാല. ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ, വേദാധികാര നിരൂപണം. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നവംബർ 11 ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ് വൺ, ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി, MD വാസുദേവൻ നായർ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ONV കുറുപ്പ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവും ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ, രംഗനാഥ മിശ്ര കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുഖർജി കമ്മീഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 3 ആണ് ശരി. 1 മീൻസ് രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും. നെക്സ്റ്റ് വൺ, തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ബംഗാൾ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ട്രാൻഗിബാർ. ഡെൻമാർക്കുകാർ ട്രാൻഗിബാർ. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതാണ്? കുറിച്യ കലാപം 1810 അല്ലേ, അത് മുകളിൽ തന്നെ ഉണ്ട് അല്ലേ, 12. 1812. നെക്സ്റ്റ് വൺ, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ
ശരിയായവ ഏതാണ്? ഒന്നും മൂന്നുമാണ് ശരിയായവ. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഒന്നും മൂന്നുമാണ്. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1, 2, 4. ഒന്നാമത്തേത് 1933 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് ഇതിൽ വന്നത്. രണ്ടാമത്തേത് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു, എപ്പോഴും നമുക്കറിയാവുന്ന കാര്യം അല്ലേ. നാലാമത്തേത് ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. നെക്സ്റ്റ് വൺ, 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാം? ഓപ്ഷൻ സി എസ് സോമനാഥ് ഭുവനേശ്വരി. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസാന്ദ്രത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി നാലാമത്തതാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വതന്ത്രമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശമാണ്. നെക്സ്റ്റ് വൺ, 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? റഷ്യ. കുറിച്ചിലുകളെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1, 3, 4 അല്ലേ. 1912 കുറിച്ചിലഹള ഉണ്ടായത്. ദെൻ മൂന്നാമത്തത് പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ് കുറിച്ചിലഹള അല്ലേ. ഒരൊറ്റ ക്വസ്റ്റ്യനിൽ ഒരൊറ്റ കണ്ടൻറ്റിൽ നിന്ന് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു അല്ലേ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണ ബോധിനി. വിവരാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതാണ്? ഓപ്ഷൻ സി 1, 2, 3. ഒന്നാമത്തത് വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. നെക്സ്റ്റ് വൺ, 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? പാലക്കാട്, ചേലക്കര. ഓപ്ഷൻ ഡി പാലക്കാട്, ചേലക്കര. നെക്സ്റ്റ് വൺ, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41 അല്ലേ. നെക്സ്റ്റ് വൺ, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഏറ്റവും കൂടുതൽ ലാട്രേറ്റ് മണ്ണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. ആത്മഹത്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? 20. കേരള സംസ്ഥാന ജലവിഭാഗ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരൂപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണ്? 1861. നെക്സ്റ്റ് വൺ, പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ച നേതാവ് ആരായിരുന്നു? ടി.കെ. മാധവൻ. 1917 ഗൗരി പാർവതിഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം
എന്തായിരുന്നു? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. നെക്സ്റ്റ് വൺ, യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? ജനസംഖ്യാനുപാത സംവരണം. നെക്സ്റ്റ് വൺ, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവന ആയിരുന്നു? അർണോസ് പാതിരി. 1909 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവ. 1959 ജെയിംസ് ടാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ആലപ്പുഴ. ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത്തെ സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ G. റോസൻ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? പ്ലാസൻറ്റ. നെക്സ്റ്റ് വൺ, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? സ്ക്ലിറൻകൈമ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? വില്ലസുകൾ. നെക്സ്റ്റ് വൺ, വില്ലസിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? വൃക്കാധമനി. വില്ലസ് മീൻസ് വൃക്ക കിഡ്നി. വൃക്കാധമനി. നെക്സ്റ്റ് വൺ, നേത്രവൈകല്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉമാണ് ശരി. 3, കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. 4-മത്തേത്, കണ്ണിലെ ലെൻസിന് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ഇത് നമുക്കറിയാമല്ലോ, ബീഡഗോർ, B1 ബെർബറിയ എന്നൊക്കെ നമുക്കറിയാം അല്ലേ. സൊറഫ്താൽമിയ എന്ന് പറയുമ്പോൾ അതും അറിയാം. മങ്ങുവെളിച്ചത്തിൽ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന. നെക്സ്റ്റ് വൺ, ന്യൂക്ലിയസ് അല്ലാത്ത ഏകോശജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകോശജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? മൊണീറ. കിങ്ഡം മൊണീറയിൽ വരുന്നതാണത്. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ് അല്ലേ, ഫഞ്ചി, അങ്ങനെ കുറേ ഉണ്ട്, 5 എണ്ണം. നെക്സ്റ്റ്, ഭീമാകാരത്വം എന്ന ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിൽ ബന്ധപ്പെട്ട അവസ്ഥയാണ്? സൊമാറ്റോട്രോപ്പിൻ. കോശസ്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായവ ഏതെല്ലാം? 4-മത്തേതാണ് ശരി. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. വിട്രിയസ് ദ്രവം മനുഷ്യശരീരത്തിലെ ഏത് അവയവത്തിലാണ്? വിട്രിയസ് ദ്രവം മനുഷ്യശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ആൻസർ ഓപ്ഷൻ ബി, കണ്ണിലാണ് അല്ലേ. അക്യൂസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും പഠിച്ചിട്ടുണ്ട് നമ്മൾ. നെക്സ്റ്റ് വൺ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? ഇറ്റ്സ് ഓൾസോ ആവർത്തന ചോദ്യം. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? ഓപ്ഷൻ ബി, സമ്പുഷ്ട യുറേനിയം അല്ലേ. ഇനിയാണ് SCERT ടെക്സ്റ്റിൽ അങ്ങോട്ട് കോപ്പി വെച്ചേക്കുന്നത്. നെക്സ്റ്റ്, വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം എത്രയാകുന്നു? 4 മടങ്ങാകുന്നു. നെക്സ്റ്റ് വൺ, കൂട്ടത്തിൽ പെടാത്തത് ഇവയിൽ ഏതാണ്? പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം. ആൻസർ വേഗമാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. ചില പ്രസ്താവന നൽകിയിരിക്കുന്നു. ഇവയിൽ ചേച്ചി തോമസിനെ ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ന്യൂട്രോണിനെ കണ്ടെത്തി. തോംസൺ അല്ലേ. തോംസൺ ആകുമ്പോൾ പ്ലം പുഡിംഗ് മാതൃകയുണ്ട്. ഇലക്ട്രോണിനെ കണ്ടെത്തി. ഡിസ്ചാർജ് ടു പരീക്ഷ അല്ലേ. SCERT ടെക്സ്റ്റിൽ അതേപോലെ കിടപ്പുണ്ട്. നെക്സ്റ്റ്, റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്? ഓപ്ഷൻ സി, ഹെൻറി ബക്കറൽ. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? അലൂമിനിയം. നെക്സ്റ്റ് വൺ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ.
സമചതുരാകൃതിയിലുള്ള തുണിയുടെ നീളം 1 മീറ്ററാണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ടെങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? ആൻസർ ഓപ്ഷൻ എ 25 രൂപ. നെക്സ്റ്റ് വൺ, ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 / 4 = 3 എന്ന സമവാക്യം ശരിയാവുക? ആൻസർ ഓപ്ഷൻ ബി ആണ്. മൈനസും ഡിവിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ പറ്റും. കുറച്ച് ഗുണിക്കുക, കുറച്ച് പാടുപെടും. നെക്സ്റ്റ് വൺ, രണ്ട് സംഖ്യകളിൽ ലസാഗു 60ഉം ഉസാഖ 3ഉം ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 15. അല്ലേ? അതിൽ 12ഉം 15 നമുക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെച്ച് ചെയ്യാനും കിട്ടും. 12 ഇട്ട് ചെയ്ത് ഓപ്ഷൻ വെച്ച് ചെയ്തു അല്ലേ? ഇതൊന്നും നോക്കിയാൽ കിട്ടത്തില്ല. 60 കിട്ടണ്ടേ? ലസാഗു 60 എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് വരുന്നില്ലേ, ഇതും ഗുണിച്ച് 60 കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന സംഖ്യകൾ അപ്പോൾ എന്തായാലും ഉസാഖ 3 ആകുമ്പോൾ അത് ഈ സൈഡിലല്ലേ വരത്തുള്ളൂ എന്തായാലും അല്ലേ? ഒരെണ്ണമല്ലേ വരത്തുള്ളൂ. അപ്പോൾ അത് 3 ഉണ്ട്. അപ്പോൾ എന്തായാലും 60 ഈ മുദ്രത് വരത്തില്ല, ഇതും വരില്ല. അപ്പോൾ ചെറിയ സംഖ്യ ഇട്ട് നോക്കി ചെയ്തപ്പോൾ ഐ വിൽ ഗെറ്റ് 12ഉം 15 ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇല്ല. അപ്പോൾ ഇവിടെ 3 തന്നെ ചെയ്ത് നോക്കി. ആദ്യം 4, ഇവിടെ എത്ര 5 വരും. ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 3 12, 12 5 60. ഓക്കെ ഇല്ലേ? ഓപ്ഷൻ വെച്ച് ചെയ്താൽ കിട്ടും. എനിക്ക് കിട്ടും കേട്ടോ. നെക്സ്റ്റ്, √15² + 12² - 2 × 15 12 എത്രയാണ്? അല്ലേ? അത് ഏതിൻ്റെ ഒരു എന്താണ് പറയുക? a + b² അല്ലേ? a² + b² - അങ്ങനെയല്ലേ വരിക? നോക്കാം. ഇത് a², 15² a² + b² - 2ab ശരിയല്ലേ? അങ്ങനെ 15 12 എയും ബിയും എടുത്ത് കിട്ടും അങ്ങനെ. ഓക്കെ, ഇത് a² + b² - 2ab എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ഒരു ചെറിയ രൂപമാണത്? അതാലോചിച്ച് നമുക്ക് ഏതിൻ്റെയാണിത്? a - b² അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ രൂപമാണ് ഇത്. ഓക്കെ, 12, അതായത് ഇവിടെ എക്ക് പകരം 15 12 ഇടുക, എന്നിട്ട് മൈനസ് ചെയ്തിട്ട് സ്ക്വയർ കാണുമ്പോൾ ഓക്കെയാണത്. സോ ദർ ദി അയ്യോടെ 100ൻ്റെ ആൻസർ ഓപ്ഷൻ സി 0 ആയിരുന്നു.